മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, കാത്തിരിക്കാൻ പാടില്ലാത്ത 4 കാര്യങ്ങളുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കരുത്. നിങ്ങളുടെ സുഹൃത്തിനെ കാണാൻ പോകാൻ അവന് അസുഖം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കരുത്. വിശ്രമിക്കാൻ നിങ്ങൾ തളരുന്നതുവരെ കാത്തിരിക്കരുത്. ഉറങ്ങാൻ വേണ്ടി ഉറക്കം വരുന്നതുവരെ കാത്തിരിക്കരുത്. ഭക്തരെ, ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം 1000 സത്യങ്ങൾ കൊണ്ടുപോലും തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ഒരു തെറ്റിനും കാലം കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല. ഭക്തരെ, നിങ്ങളെ വേദനയിൽ ആക്കിയവർ ഇന്ന് സുഖമായി ജീവിക്കുന്നുണ്ടാകാം. നാളെ ഒരിക്കൽ നിങ്ങൾ അനുഭവിച്ച അതേ വേദന അവരും അനുഭവിക്കുമ്പോൾ ആദ്യം അവർക്ക് ഓർമ്മ വരുന്നത് നിങ്ങളുടെ മുഖമായിരിക്കും. ഭക്തരെ, സ്വന്തം വേദന അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ട് എന്നർത്ഥം. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണെന്ന് സാരം. ഭക്തരെ, മുറിപ്പെടുത്തുമെന്ന് ഉറപ്പുള്ള സംസാരത്തേക്കാൾ നല്ലത് മൗനമാണ്. ബന്ധത്തിൻ്റെ വില അറിയണമെങ്കിൽ ഒറ്റപ്പെടണം. സ്നേഹത്തിൻ്റെ വില അറിയണമെങ്കിൽ അത് നഷ്ടമാകണം. ആരോഗ്യത്തിൻ്റെ വില അറിയണമെങ്കിൽ രോഗബാധിതനാവണം. ഭക്തരെ, നിങ്ങൾ നൽകുന്നത് എന്തുമാകട്ടെ അത് ആത്മാർത്ഥതയോടെ നൽകുക. മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിയായാൽ പോലും ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഭക്തരെ, ഓരോ അവഗണനയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. അവരിൽ നിന്ന് നിങ്ങൾ പാലിക്കേണ്ട ദൂരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. മിണ്ടിയാലും മിണ്ടാതായാലും ചില ആളുകൾ മനുഷ്യർക്ക് എന്നും പ്രിയപ്പെട്ടവരായിരിക്കും. ഭക്തരെ, നിങ്ങളെ നിരന്തരം വെറുക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ വാക്കുകളെ ഒരിക്കലും പരിഗണിക്കരുത്. നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ ഉയരാൻ തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ തിരിച്ചും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക. ജീവിതം ഒരു മത്സരമല്ല. മറ്റാരുമായോ നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു വേണമെന്ന് നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ തീരുമാനങ്ങൾ, ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയ്ക്കായി സധൈര്യം നിൽക്കുക. തീരുമാനം തെറ്റിയെന്ന് തോന്നിയാൽ ഉടനെ തിരുത്തുവാനും മറക്കരുത്. ഭക്തരെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ മാത്രമാണ് പരിഹാരം. മറ്റുള്ളവരുടെ കയ്യിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമേയുള്ളൂ. എത്ര സമ്പാദിച്ചു എന്നതിലല്ല, എത്രത്തോളം സന്തോഷത്തോടെ ജീവിച്ചു എന്നതിലാണ് കാര്യം. ഭക്തരെ, ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല. അതിനാൽ നിങ്ങൾ അധികമായി വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം സാഹചര്യം എത്ര മോശമായാലും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഭക്തരെ, കണ്ണ് നിറയ്ക്കാനും മനസ്സ് നിറയ്ക്കാനും ഒരു വാക്ക് മതി. അർത്ഥത്തിലല്ല, ഉപയോഗിക്കുന്നതിലാണ് വാക്കിൻ്റെ പൊരുൾ. നാവിന് അസ്ഥികളില്ല, എന്നാൽ അതിന് ഹൃദയം തകർക്കാനുള്ള ശക്തിയുണ്ട്. ഭക്തരെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കു വേണ്ടി സമയം ചെലവഴിക്കുന്നത് നിങ്ങൾ കടന്നു പോകുന്ന സങ്കടത്തിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കാൻ സഹായകമാകും. ഭക്തരെ, ഉള്ളിലെ സ്നേഹം സത്യമായതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ലഭിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുകൂടി വേണം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.